ഹലോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കാം. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നത്, ദുബായിൽ നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. കാഴ്ചകളുണ്ട്, ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു കാഴ്ച, അതായത് നമ്മുടെ പഴയ ദുബായും പുതിയ ദുബായും എത്രത്തോളം അടിപൊളിയായിട്ട് ഒരു സ്ട്രീറ്റാക്കി വെച്ചിരിക്കുന്നുണ്ടോ അങ്ങോട്ടാണ് പോകുന്നത്. അതായത് ആ സ്ട്രീറ്റിൻ്റെ പേരാണ് അൽ സീഫ് സ്ട്രീറ്റ്. അതായത് നമ്മുടെ പഴയ ദുബായിൻ്റെ ഒരുപാട് ട്രഡീഷണൽ കാര്യങ്ങളും പുതിയ ദുബായിയുടെ വലിയ വലിയ ബിൽഡിങ്ങും, അതായത് നല്ലൊരു കാഴ്ചകളൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. പിന്നെ വീഡിയോയിലേക്ക് പോവാം. നല്ല കാഴ്ചകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെൽക്കം ടു ട്രാവൽ റൂട്ട്സ്. ഇറ്റ്സ് മീ റിഷാദ്. നമ്മളിവിടെ തുടക്കത്തിൽ തന്നെ വരുമ്പോൾ ഇവിടെ ഒരു റേസിംഗ് ബോട്ടാണ് കാണാനിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ചുണ്ടൻ വെള്ളം എന്നൊക്കെ പറഞ്ഞൊരു ബോട്ട് ഉണ്ടല്ലോ, അതാണിത്. ഇത് 78 ആൾക്കാരെ വെച്ചിട്ട് റേസിങ്ങിന് പോയിരുന്നൊരു ബോട്ടാണ്. അതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് വരുന്നത്. ഇവിടെ നിന്നാണ് അങ്ങോട്ട് അൽ സീഫ് ദുബായ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാഴ്ചകളൊക്കെ കണ്ടോളൂ. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബുർജുമാൻ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒരു 300-400 മീറ്റേഴ്സ് നടക്കാനുള്ളൊരു ദൂരം മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇനി ഉള്ളിലത്തെ കാഴ്ചയിലേക്ക് പോകാം. ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ. അതിൽ രണ്ട് സൈഡും ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പഴയ ദുബായിയുടെ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. നിങ്ങൾ ഇവിടെ കണ്ടോ, ഒരു പഴയ കാലൊരു കച്ചവടം നടത്തുന്ന കോഴിക്കോട് ബീച്ചിലേക്ക് പോയേക്കാണ്. അങ്ങനത്തെ ഒരു ഉന്തും തള്ളും വണ്ടിയൊക്കെ ആയിട്ടുള്ള ഒരു പഴയൊരു ഫീൽ ഇട്ടാ എന്തായാലും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു അൽ സീഫ് ദുബായ്. ഇതിൻ്റെ ഇടയിൽ കൂടെയുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ്. വന്നൊരു ദിവസം ഒരു വാക്ക് ചെയ്യുക, ഒരു പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടത്താം. ഈ അൽ സീഫ് എന്ന് പറഞ്ഞത് ഈ കായലിനോട്, അതായത് നമ്മുടെ അബ്ര ബോട്ട് സർവീസിൻ്റെ ടാക്സി ഞങ്ങൾക്ക് ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോയിലൊക്കെ കാണിച്ച ആ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ അത് തൊട്ടടുത്താണ്. അപ്പോൾ ഈ കായലിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോവുക, ജസ്റ്റ് ഒന്ന് നിന്ന് ഒരു റീഫ്രഷ് ആക്കാൻ വേണ്ടി അതിനൊക്കെ പറ്റി നല്ല ഏരിയ. എൻ്റെ ബാക്കിൽ കണ്ടില്ല, ഫുള്ള് പഴയ ദുബായിയുടെ ഒരുപാട് ബിൽഡിങ്ങാണ്. പിന്നെ ഈ കാണുന്ന ഇപ്പുറത്തുള്ളത് ഒരു ഷോപ്പിംഗ് സെൻറ്റർ മാതിരിയാണ്. അപ്പോൾ പഴയ മോഡലാണ് എല്ലാ ഡിസൈനും ചെയ്തിരിക്കുന്നത്. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരട്ടെ, എല്ലാം നിങ്ങൾ നോക്കിക്കോളി. അതുപോലെ തന്നെ ഇവിടെ ഒരു അബ്ര ഉണ്ട്. അബ്ര എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് 2 റംസിൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ബോട്ടിൽ പോവാം. അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, അങ്ങനെ അവിടെ ഒരു കസ്റ്റമർ സർവീസ് ഉണ്ട്. ആ കസ്റ്റമർ സർവീസിന് നമ്മൾ 2 റംസിൻ്റെ ടിക്കറ്റ് എടുക്കുക. 2 ദിർഹംസേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചെറിയ അബ്രണ്ട് അവിടെ വേറെ ഒന്നുണ്ട്, അവിടെ 1 ദിർഹംസേ ഉള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ 2 ദിർഹംസാണ്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് വരാൻ മാത്രമാണ് 2 ദിർഹംസ് ഒരാൾക്കാണ്. ഞങ്ങൾ 3 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ടിക്കറ്റ് എടുക്കുക, ഇവിടെ റിലാക്സ് ചെയ്യുക. അപ്പം വണ്ടി ഫുള്ളാവുന്ന സമയത്ത് അടുത്ത ബോട്ട് വരുമ്പോഴത്തേക്ക് ഈ ബോട്ടാണെങ്കിൽ അങ്ങനെ ഒരുപാട് ബോട്ടുകൾ ഇത് അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ടില്ല. എന്നുവെച്ചപ്പോൾ നമ്മൾ കയറിയ ബോട്ട് ഇതാ ചെറുങ്ങനെ തുടങ്ങിയിട്ട് നല്ല രസം. വൈകുന്നേരം ഒരു 5:30 ആയില്ലേ, നല്ല രസം. വൈകുന്നേരം 5:30 ഇങ്ങനെ ആ കായലിൻ്റെ ആ വേവ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ
കഴിഞ്ഞ് ഇതാ ഇപ്പുറത്തെ സ്റ്റേഷനിലെത്തിയിട്ട് അത് ഗോൾഡ് സൂക്കാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഇനി നടന്നു പോകാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് ബൈ റിഷാദ്.